റിമാൻഡ് ചെയ്യുക എന്ന ഏക ഉദ്ദേശത്തോടെ KM ഷാജഹാനെതിരെ ഉണ്ടാക്കിയ ഒരു കള്ളവാർത്ത പോലെയുള്ള കാര്യമല്ല ഇത്. ഇത് കേരളത്തിലെ ജനങ്ങൾ കേട്ടതാണ്. ഇതിപ്പോഴും സോഷ്യൽ മീഡിയയിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഭീഷണി, ഈ വെല്ലുവിളി. ഷാജഹാന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായത്? എറണാകുളം ജില്ലയിലെ 2 CPM നേതാക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതേപ്പറ്റി അദ്ദേഹം ഒരു വീഡിയോ ചെയ്യുന്നു. ആരുടെയും പേരുകൾ പരാമർശിച്ചിട്ടില്ല. അത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ടൊരു നടപടി എടുക്കാൻ പറ്റില്ല. അപ്പൊ വീണ്ടും ഒരു പരാതി കൊടുത്തു. ആ പരാതി എന്താ? നോക്കുമ്പോഴെന്താ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും കുടുംബത്തിനും ഇതുപോലെ അനുഭവം ഉണ്ടായപ്പോ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്ക് ഇതുപോലെ വളരെ നിന്ദ്യമായ അധിക്ഷേപങ്ങളെ നേരിടേണ്ടി വന്നപ്പോ ഇപ്പോൾ പറയുന്ന ഈ സ്ത്രീപക്ഷവും രാഷ്ട്രീയമായ മാന്യതയെക്കുറിച്ചുള്ള വർത്തമാനം പറിച്ചിടക്കി എവിടെ പോയി എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവിടെയും ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല. അവസാനം കോടതി ചെന്നപ്പോ എന്തുണ്ടായി? കോടതി അക്ഷരാർത്ഥത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് എടുത്ത് കൊട്ടയിലിട്ടു. എന്നിട്ട് കോടതി ചോദിച്ചു, നിങ്ങളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന രീതിയിലുള്ള ലൈംഗിക അധിക്ഷേപം വ്യക്തമാക്കുന്ന ഒരു വാക്കെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ എന്ന് വേറെ ചോദിച്ചു. എറണാകുളത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് ആക്കുളത്തെത്തി എങ്ങനെയാണ് ഈ ഷാജഹാനെ അറസ്റ്റ് ചെയ്തതെന്ന് അവസാനം മിണ്ടാട്ടമില്ലാതെ പ്രോസിക്യൂഷൻ മടങ്ങേണ്ടി വന്നു.